അയ്യോ കയ്യിലിടണ്ട, മമ്മ കഴിക്കുമ്പോ വയറ്റിൽ പോവില്ലേ, ഇത് വിഷവാ, കഴിക്കരുത്. ഓ നെയിൽ പോളിഷ് വേണം, അമ്മ കാലിലിട്ട് തരാം. ആ കാലിലിട്ട് തരാം കേട്ടോ. ആ കാലിലിടാം. അപ്പോൾ ഇന്ന് നെയിൽ പോളിഷിൻ്റെ കെമിസ്ട്രിയാണ് പറയാൻ പോകുന്നത്. സാധാരണയായി നെയിൽ പോളിഷുകളിൽ കണ്ടുവരുന്ന ഇൻഗ്രീഡിയൻസ് ആണ് സോൾവെൻ്റായി ഈഥൈൽ അസറ്റേറ്റോ, ബ്യൂട്ടൈൽ അസറ്റേറ്റോ, ഫിലിം ഏജൻറ്റ് എന്ന് വെച്ചാൽ നെയിൽ പോളിഷ് നമ്മുടെ നഖത്തിൽ പറ്റിപ്പിടിക്കാനായിട്ട് നൈട്രോസെല്ലുലോസ്, അതിനുശേഷം പ്ലാസ്റ്റിസൈസേഴ്സ്, റെസിൻസ്, കളറായിട്ട് ഉപയോഗിക്കുക സാധാരണ ഇനോർഗാനിക് ഡൈസായ ഫെറിക് ഓക്സൈഡ്, ടൈറ്റാനിയം ഡയോക്സൈഡ് പോലുള്ളവയാണ്. ഇതൊന്നും സാധാരണഗതിയിൽ നമ്മളുടെ സ്കിന്നിനോ നഖത്തിനോ പ്രശ്നമല്ല. പക്ഷേ ഇതിൽ ചില ടോക്സിക്കായ കെമിക്കൽസ് ചേർക്കാറുണ്ട്. പ്രത്യേകിച്ചും സോൾവെൻ്റായിട്ട് DBP, ഡൈബ്യൂട്ടൈൽ താലേറ്റ് ചേർക്കാറുണ്ട്, ടോളുവിൻ, അതിന് ശേഷം ഫോർമാൽഡിഹൈഡ്. ഈ പറയുന്ന മൂന്നിനെയും നമ്മൾ ടോക്സിക് ട്രയോ എന്നാണ് വിളിക്കാറ്. ഇതിൽ ഫോർമാൽഡിഹൈഡ് ക്യാൻസർ, ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ എന്നിവ ഉണ്ടാക്കുന്നു. DBP ഒരു പ്ലാസ്റ്റിസൈസറായിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇത് തുടർച്ചയായി ഉപയോഗിച്ചാൽ ഫെർട്ടിലിറ്റിയെ ബാധിക്കുന്നു, ഹോർമോൺ ഇംബാലൻസ് ഉണ്ടാക്കുന്നു, ഇതുപോലെയുള്ള ഇഷ്യൂസ് ഉണ്ടാക്കുന്നു. അതേപോലെ ടൊളുവീനും ഇതുപോലെ കുറേ കാലം പ്രൊലോങ്ഡായിട്ട് ഉപയോഗിച്ചാൽ ഡെവലപ്മെൻ്റൽ ഇഷ്യൂസ്, പ്രത്യേകിച്ചും ഭ്രൂണത്തെ വരെ ബാധിക്കാവുന്ന പ്രഗ്നൻറ്റ് ലേഡീസ് ഉപയോഗിച്ചാൽ അങ്ങനെയുള്ള ഇഷ്യൂസ് ഉണ്ടാക്കാൻ മാത്രം വളരെയധികം മാരകമായ ഒരു കെമിക്കലാണ് ടൊളുവീൻ. ഇതെങ്ങനെ തിരിച്ചറിയാമെന്ന് വെച്ചാൽ, നിർഭാഗ്യവശാൽ പല നെയിൽ പോളിഷുകളിലും ലേബലില്ല. അതെന്തെന്ന് വെച്ചാൽ, കോസ്മെറ്റിക് റൂൾ 2020 ഇൻ ഇന്ത്യ പറയുന്നത് എന്തെന്നാൽ 60 മില്ലിയിൽ താഴെയുള്ള കണ്ടൻറ്റുള്ള നെയിൽ പോളിഷുകളിൽ കോസ്മെറ്റിക്സിൻ്റെ ഇൻഗ്രീഡിയൻസ് എഴുതണമെന്ന് നിർബന്ധമില്ല. എന്നാൽ 60 ml കൂടുതലാണെങ്കിൽ എഴുതിയേ പറ്റൂ. പിന്നൊരു മാർഗ്ഗമുള്ളത്, അംഗീകൃത ബ്രാൻഡാണെങ്കിൽ അതിൻ്റെ വെബ്സൈറ്റിൽ പോയാൽ ഇൻഗ്രീഡിയൻസിൻ്റെ ലിസ്റ്റ് അവർ കാണിച്ചിരിക്കും, അങ്ങനെ കണ്ടുപിടിക്കാമെന്നേ ഉള്ളൂ. അല്ലെങ്കിൽ ഒരു ഉപായം, ടൊളുവിനൊക്കെ ആണെങ്കിൽ വളരെ സ്ട്രോങ് ആയ പഞ്ചൻറ്റിങ് സ്മെല്ലെന്ന് പറയും, പഞ്ചൻറ്റ് സ്മെല്ല് തരും. അതായത് നമ്മൾ നെയിൽ പോളിഷ് ബോട്ടിൽ തുറക്കുന്നത് ചിലർക്ക് ഭയങ്കര ഇഷ്ടമായി നെയിൽ പോളിഷിൻ്റെ സ്മെല്ല്. അതിലടങ്ങിയിരിക്കുന്ന ഈ എസ്റ്റേഴ്സ്, ഈഥൈൽ അസറ്റേറ്റും അങ്ങനെയുള്ളവയുടെ സ്മെല്ല് കൊണ്ടാണ് നെയിൽ പോളിഷിൻ്റെ ഒരു ഫ്രൂട്ടി സ്മെൽ, നല്ലൊരു സ്മെല്ല് കിട്ടുന്നത്. പക്ഷേ അതിൻ്റെ കൂട്ടത്തിൽ ടൊളുവിനുണ്ടെങ്കിൽ ഭയങ്കരമായ ഒരു വാസനയായിരിക്കും വരിക. പക്ഷെ അതെല്ലാവർക്കും തിരിച്ചറിയാൻ സാധിക്കണമെന്നില്ല. സോ അതുകൊണ്ട് നല്ല ബ്രാൻഡിൻ്റെ നെയിൽ പോളിഷുകൾ ഉപയോഗിക്കുക. അതുമാത്രമല്ല 3 ഫ്രീ, 7 ഫ്രീ, 5 ഫ്രീ എന്നൊക്കെ എഴുതിയിരിക്കുന്നത് ഇതുപോലുള്ള കെമിക്കൽസ് ഇല്ല എന്നാണ് അവരുടെ ഉള്ളടക്കത്തിൽ പറയുന്നത്. കഴിവതും ചെറിയ കുട്ടികളിൽ, പ്രത്യേകിച്ച് 3 വയസ്സിന് താഴെ ഉള്ള കുട്ടികൾ ഉപയോഗിക്കാതിരിക്കുകയാണ് നല്ലത്. പ്രത്യേകിച്ച് കൈകളിൽ അവർ ആഹാരം കഴിക്കുമ്പോൾ ഇത് വയറ്റിനകത്ത് പോകാനും തൽഫലമായി ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനും സാധ്യതയുണ്ട്. അതുപോലെ പ്രഗ്നൻ്റ് ആയിരിക്കുന്നവർ, അവരുടെ അൺബോൺ ബേബിയെ ഇത് ബാധിക്കുന്നത് കൊണ്ട് കഴിവതും ഉപയോഗിക്കാതിരിക്കുക. നിരന്തരം ഉപയോഗിക്കുന്നതിനിടയിൽ ചില ഗ്യാപ്പ് ഇട്ട്, അതായത് ഇപ്പോൾ ഈ ഒരാഴ്ച ഉപയോഗിച്ചാൽ അടുത്ത ആഴ്ച നെയിൽ പോളിഷ് ഇടാതിരിക്കുക, അങ്ങനെ ചെയ്യുക. മാത്രമല്ല പ്രത്യേകിച്ചൊരു കാര്യം പറയാനുള്ളത് എന്തെന്ന് വെച്ചാൽ, ഈ മാനിക്യൂർ ചെയ്യുന്നവർ ജെൽ പോളിഷ് അടിക്കാറുണ്ട്. അതിനുശേഷം UV ലൈറ്റിന് താഴെ നഖങ്ങൾ ഉണക്കുന്നത് കാണാറുണ്ട്. ഇത് അതിലേറെ ഭവിഷ്യത്ത് വളരെ വലുതാണ്. കാരണം UV റേസ് അടിച്ചാൽ സ്കിൻ ക്യാൻസർ പോലുള്ളവ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ചുരുക്കി പറഞ്ഞാൽ, നെയിൽ പോളിഷ് അധികമായിട്ട് ഉപയോഗിക്കാതിരിക്കുക. നിങ്ങളങ്ങനെ ഉപയോഗിക്കുകയാണെങ്കിൽ വെന്റിലേറ്റഡ് ആയിട്ടുള്ള റൂമിൽ ഉപയോഗിക്കുക. അതുപോലെ അതിൻ്റെ സ്മെല്ല് അങ്ങോട്ട് വലിച്ചു കയറ്റാതിരിക്കുക. നിരന്തരം ഉപയോഗിക്കുന്നവരാണെങ്കിൽ ചെറിയ ഇടവേളകൾ, അതായത് ഈ ആഴ്ച നെയിൽ പോളിഷ് ഇട്ടാൽ അടുത്ത ആഴ്ച ഉപയോഗിക്കാതിരിക്കുക. നഖവും കാൽനഖവും ഫ്രീ ആക്കി വിടുക. പിന്നെ പുരുഷന്മാരും മുസ്ലിം വനിതകളൊന്നും നെയിൽ പോളിഷ് ഉപയോഗിക്കാറില്ല. മുസ്ലിം വനിതകൾ പൊതുവെ എനിക്ക് പരിചയമുള്ളവർ ഉപയോഗിച്ച് കാണാറില്ല. മതപരമായ കാരണങ്ങളാണ് അവരത് പറയുന്നത്. അത് വളരെ നല്ലതാണ്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ അവരെ സംബന്ധിച്ചിടത്തോളം വലിയ ഇമ്പോർട്ടൻ്റ് ആയിരിക്കില്ല. പക്ഷേ നിങ്ങളുടെ അറിവിൽ ഇതുപോലെ നിരന്തരം നെയിൽ പോളിഷ് ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ അവർക്കൊരു ഇൻഫർമേഷൻ പാസ് ചെയ്യാനെന്ന വണ്ണം ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യൂ. ഇനി ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോയുമായി വീണ്ടും കാണാം. അപ്പോൾ ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തുന്നു, ചെറിയ കുട്ടികൾ ഉപയോഗിക്കരുത്. അതുപോലെ പ്രഗ്നൻ്റ് ആയിട്ടുള്ളവർ അവരുടെ ഭാവി തലമുറയെ കരുതി ഉപയോഗിക്കാതിരിക്കുക. ചെറിയ കുട്ടികൾ എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ആദ്യം വീഡിയോയിൽ കാണിച്ച പോലെ എൻ്റെ മോള് ഇപ്പോൾ 3ാം പിറന്നാൾ വരുന്നു. അവൾക്ക് ആ പിറന്നാളിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ കാലിന് ശരി അടിച്ചു കൊടുക്കുക എന്ന് കരുതി. അതും അവളുടെ കാനഡയിലുള്ള ചിട്ട കൊണ്ടുവന്ന US ബ്രാൻഡിൻ്റെ ഒരു നെയിൽ പോളിഷാണ്. വലിയ കുഴപ്പമൊന്നുമില്ല ഇൻഗ്രീഡിയൻസ് നോക്കിയിട്ട്.
എന്ന് ഉറപ്പുവരുത്തിയ ശേഷം മാത്രമാണ് അടിച്ചു കൊടുത്തത്. എന്നാലും ഞാനും അതിനോട് യോജിക്കുന്നില്ല. നിങ്ങൾ നിങ്ങളുടെ കുട്ടികളിൽ മാക്സിമം ഒഴിവാക്കും. അപ്പോൾ വീണ്ടും ഒരു വീഡിയോയുമായി കാണാം. നന്ദി, നമസ്കാരം. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണേ. അങ്ങനെ നെയിൽ പോളിഷ് അടിച്ച എൻ്റെ സുന്ദരി ബർത്ത്ഡേക്ക് റെഡിയായി. കേക്കെല്ലാം മുറിച്ച് ബർത്ത്ഡേ ആഘോഷിച്ചു കേട്ടോ.